അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യ റമളാനിൻ്റെ പ്രത്യേകതകളിൽ ഏറ്റവും വലുതാണ് ആരംഭക്കനിയായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലിയതായ പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടു എന്നത്. ആയതുകൊണ്ട് തന്നെ വിശ്വാസി സമൂഹം മറ്റു മാസങ്ങളിൽ ഖുർആൻ ഓതുന്നതിനേക്കാൾ കൂടുതൽ റമളാൻ മാസത്തിൽ അത് പാരായണം ചെയ്യാൻ വേണ്ടി സമയം കണ്ടെത്താറുമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതാത്ത ഒരു വിശ്വാസിയെ ഉപമിച്ചിട്ടുള്ളത് കാരക്കയോടാണ്. എന്താണ് ഈ കാരക്കയുടെ പ്രത്യേകത? അതിനിക്ക് പുറമേ ഒരു മണമൊന്നുമില്ല എങ്കിലും അത് രുചിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നാൽ പരിശുദ്ധ ഖുർആൻ നിത്യമായി പാരായണം ചെയ്യുന്ന ഒരു മുഅ്മിനിനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉപമിച്ചത് മധുരനാരങ്ങയോടാണ്. എന്താണ് ഈ മധുരനാരങ്ങയുടെ പ്രത്യേകത? അതിന് പുറമേക്ക് നല്ല സ്മെല്ലും ഉണ്ടാവും, അത് കാണാൻ നല്ല ചന്തവും ഉണ്ടാവും, അത് രുചിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റും ഉണ്ടാവും. ഖുർആൻ ഓതുന്ന ഒരാളുടെ മുഖം അത് പ്രകാശിച്ചതായിരിക്കുമെന്ന് മഹത്തുക്കളൊക്കെ പഠിപ്പിക്കുന്നു. ഖുർആൻ ഓതുന്നവൻ്റെ ഹൃദയം വളരെ തെളിനീർ പോലെ തെളിഞ്ഞ മനസ്സായിരിക്കുമെന്ന് മഹത്തുക്കൾ നമ്മളെ ഉണർത്തുന്നു. ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള മഹത്വങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയും ഇഹപര വിജയം കരസ്ഥമാക്കാൻ വേണ്ടിയും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഗ്രന്ഥമായ കലാമായ ഖുർആൻ അത് നമ്മൾ നിത്യജീവിതത്തിൽ പാരായണം ചെയ്യൽ പതിവാക്കുകയും പ്രത്യേകിച്ചും റമളാൻ മാസത്തിൽ ഖുർആൻ പ്രത്യേകം ഓതാൻ വേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. നാളെ ആഖിറത്തിൽ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഈ റമളാൻ കൊണ്ട് ഇഹപര വിജയം കരസ്ഥമാക്കുന്ന യഥാർത്ഥ മുത്തു മുഅ്മിനീങ്ങളിൽ അല്ലാഹു തആല നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.